दुल्हन, ये दुनिया एक दुल्हन, दुल्हन के माथे की बिंदिया। ये मेरा इंडिया, ये मेरा इंडिया। I love my India, I love my India। नमस्कार, आज सितंबर 14 हिंदी दिवस। इस अवसर पर आप सभी को हिंदी दिवस की बधाइयाँ। भारत में हर साल 14 सितंबर को हिंदी दिवस सेलिब्रेट किया जाता है। पूरे देश भर के लोगों के लिए यह एक गर्व की बात थी, क्योंकि इस दिन भारत की संविधान सभा ने हिंदी को देश की आधिकारिक भाषा के रूप में अपनाया था। संविधान में देवनागरी लिपि में लिखी गई हिंदी आधिकारिक भाषा बन गई। हिंदी दिवस को भारतवासी बहुत धूमधाम से मनाते हैं। कई स्कूल, कॉलेज और कार्यालय इस दिन अलग अलग कार्यक्रम आयोजित करते हैं। कई लोग हिंदी भाषा और भारतीय संस्कृति के महत्व के बारे में बात करने के लिए आगे आते हैं। स्कूल हिंदी बहस हिंदी दिवस पर कविता और कहानी कहने वाली प्रतियोगिताओं और सांस्कृतिक कार्यक्रमों की मेजबानी करते हैं। वक्ताओं की ताकत है हिंदी भाषा, लेखक का अभिमान है हिंदी भाषा। भाषाओं के शीर्ष पर है बेटी मेरी प्यारी हिंदी भाषा। नमस्ते। आज सितंबर 14 हिंदी दिवस है। हिंदी दिवस के हार्दिक शुभकामनाएं देती हूँ। പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഹിന്ദി ദിവസമായ ഇന്ന് നമുക്ക് ഹിന്ദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. രാഷ്ട്രഭാഷ, രാജ്യഭാഷ, ഭരണഭാഷ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ഹിന്ദി ഇംഗ്ലീഷിന് പുറമെ ഹിന്ദിയും ഭരണഭാഷയായി അംഗീകരിക്കാനുള്ള തീരുമാനമെടുത്തത് 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഭാഷാ വിദഗ്ധനായ ബിയോഹർ രാജേന്ദ്ര സിൻഹയുടെ ജന്മദിനം കൂടിയാണ് സെപ്റ്റംബർ 14. ഹിന്ദി എന്ന വാക്കിന്റെ അർത്ഥം സിന്ധു നദിയുടെ പ്രദേശം എന്നാണ്. ഹിന്ദി വളരെ ലളിതമായ ഭാഷയാണ്. മലയാളം പോലെ തന്നെ അക്ഷരമാല ഹൃദിസ്ഥമാക്കിയാൽ വളരെ എളുപ്പത്തിൽ എഴുതുവാനും പഠിക്കുവാനും സാധിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. വളരെ പ്രാചീനമായ ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി. പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഹിന്ദി ഭാഷ ഉടലെടുത്തത്. ദേവനാഗരി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത്. ഭാരതത്തിലെ ഭൂരിഭാഗം ജനങ്ങളും സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. അതിനാൽ തന്നെ ഹിന്ദിയെ ഭാരതത്തിന്റെ ഹൃദയഭാഷ എന്നും അറിയപ്പെടുന്നു. ഇന്ന് നാം ഹിന്ദി ദിവസം ആചരിക്കുമ്പോൾ നമ്മുടെ ഹിന്ദി അധ്യാപികയായ ശ്രീമതി ബ്രിജിറ്റ് ഷീനി ടീച്ചറിനെ അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. എല്ലാ കുട്ടികൾക്കും ഹിന്ദി ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഹിന്ദിയിലെ പ്രശസ്തനായ കബീറിന്റെ ഒരു വാക്യമുണ്ട്, കൽ കരേസോ ആജ് കര്, ആജ് കരേസോ അബ്. അതായത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യൂ എന്നാണ്. വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായ ഒരു വാക്യമാണ് ഇത്. അന്നു ചെയ്യേണ്ട കാര്യങ്ങൾ അന്നു തന്നെ ചെയ്യുവാനും പഠിക്കുവാനും ശ്രമിക്കുക. ഈ കൊറോണ കാലത്തും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യുവാനായിട്ടുണ്ട്. അലസന്മാരായിരിക്കാതെ നല്ല ഉത്സാഹത്തോടു കൂടി വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ഹിന്ദി ദിവസം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈപ്പിൻ BPO ശ്രീ പോൾ സാറാണ്. നമ്മുടെ വിദ്യാലയത്തോട് എന്നും
എല്ലാ കാര്യങ്ങളിലും താല്പര്യം കാണിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ സാറിനെ നമ്മുടെ ഈ ഹിന്ദി ദിവസത്തിൻ്റെ ഉദ്ഘാടനം നടത്തുവാനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ നന്മകളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ധന്യവാദം. हिंदी है हमारी राष्ट्रभाषा, हिंदी है हमें बड़ी प्यारी, हिंदी की सुरीली हमें लगे हैं हर पल न्यारी. എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ഇന്ത്യയെങ്ങും ആചരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹിന്ദി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷ തന്നെ. സംസാരിക്കുന്ന ആളുകളുടെ എണ്ണമെടുത്താൽ ലോകത്ത് തന്നെ ലോകഭാഷകളിൽ തന്നെ ഹിന്ദിക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഇന്ന് ഹിന്ദി ഭാഷയും സാഹിത്യവും വളരെ ഉയർന്ന നിലവാരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഹിന്ദിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും വേണ്ടി കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഹിന്ദി പഠനം ഒരു ദൗത്യമായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭമാണ്. ഈ സാഹചര്യത്തിൽ കർച്ചേടം SHGUPS സെപ്റ്റംബർ 14-ാം തീയതി ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. കുട്ടികളുടെ അക്കാദമിക നിലവാരത്തിൻ്റെ വികസനത്തിന് വേണ്ടി അഹോരാത്രം അധ്യയനം ചെയ്യുന്ന സ്കൂൾ പ്രധാനാധ്യാപിക ജൂഡിത്ത് ടീച്ചറും സഹപ്രവർത്തകരും അവരുടെ സേവനങ്ങളെ എത്ര വാഴ്ത്തിയാലും മതിയാവുകയില്ല. ഹിന്ദി വാരാചരണം അല്ലെങ്കിൽ ഹിന്ദി ദിനാചരണം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ, ആ ദിനാചരണത്തിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികളുടെ ഹിന്ദി ഭാഷയിലുള്ള അറിവും നിലവാരവും വളരെയധികം ഉയരും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കർത്തേടം SHGUPS നടത്തുന്ന ഹിന്ദി ദിനാചരണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ ഹിന്ദി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊടുക്കുന്നു. നന്ദി. हिंदी हमारी दे, हिंदी हमारी
हिंदी दिवस पर्व है, इस पर हमें गर्व है। सम्मानित हो हमारी राष्ट्रभाषा, हम सबकी है यही अभिलाषा। नमस्कार। आज सितंबर 14 हिंदी दिवस। इस अवसर पर आप सभी को हिंदी दिवस की बधाइयाँ। ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി. ഏകദേശം 366 ദശലക്ഷം ആളുകൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ പുരാതന ഭാഷയായ സംസ്കൃതത്തിൽ നിന്നാണ് ഹിന്ദി വികസിച്ചത്. ദേവനാഗരി ലിപിയാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ അപഭ്രംശ എന്ന പേരിൽ ഹിന്ദി വികസിക്കാൻ തുടങ്ങി. 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സ്ഥിരത കൈവരിക്കുകയും ചെയ്തു. സംസ്കൃതം കൂടാതെ ഹിന്ദിയും ഉറുദുവും തമ്മിൽ വളരെയേറെ സാമ്യത പുലർത്തുന്നുണ്ട്. ഇവ രണ്ടും ഭാഷാപരമായി ഹിന്ദുസ്ഥാനിയുടെ 2 വകഭേദങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്തരമധ്യ ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. ഹിന്ദി പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഹിന്ദി അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ സ്വതന്ത്രവും വ്യത്യസ്തവുമായ ശബ്ദമുണ്ട്. തൽഫലമായി ഹിന്ദി പദങ്ങൾ എഴുതുന്നത് പോലെ തന്നെ ഉച്ചരിക്കാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹിന്ദി സംസാരിക്കുന്നത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. 1997 നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിൽ 45% പേർ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായ ഹിന്ദി ഭാഷയുടെ പ്രചാരണം നമ്മുടെ എല്ലാം കർത്തവ്യമാണ്. അതിനായി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും हिंदी ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. निज भाषा का नहीं गर्व जिसे, क्या प्रेम देश से होगा उसे। वही वीर देश का प्यारा है, हिंदी ही जिसका नारा है। नमस्ते टीचर जी। नमस्ते, आइए। क्या बात है? टीचर जी जरा देखिए। अरे ये तो कबीर दास है। कबीर दास? वो कौन है? वो तो हिंदी साहित्य के महान कवि थे। उनके अलावा तुलसीदास, मीराबाई जैसे अनेक कवियां प्राचीन काल में रहते थे। क्या तुम उनके बारे में जाना जाती है? तो यह देखिए। कबीरदास। कबीर या भगत कबीर 15वीं सदी के भारतीय रहस्यवादी कवि और संत थे। वे हिंदी साहित्य के भक्तिकालीन युग में ज्ञानाक्षयी निर्गुण शाखा की काव्यधारा के प्रवर्तक थे। कबीरदास का जन्म तो हिंदू परिवार में हुआ, लेकिन उनका पालन पोषण नीरू नीमा नामक एक जुलाहा दंपतियों ने किया। कबीर परमात्मा को मित्र, माता पिता और पति के रूप में देखते हैं। उन्होंने स्वयं ग्रंथ नहीं लिखे, मुख से भागे और उनके शिष्यों ने उसे लिख लिया। कबीर की वाणी का संग्रह बीजक के नाम से प्रसिद्ध है। बुरा जो देखर में छड़ा, बुरा ना मिलिया कोई, जो दिल बोलता अपना, मुझसे बुरा ना कोई। कबीरा गड़ा बसार में मांगे सबकी गए, ना काहू से दोस्ती ना काहू से भय। मीराबाई 16वीं शताब्दी की एक कृष्ण भक्त और कवयित्री थी। उनका जन्म कुटकी में हुआ। उनकी कविता कृष्ण भक्ति के रंग में रंग कर और गहरी हो जाती है। वे श्री कृष्ण की भक्ति और उनके प्रेम में इस कदर डूबी रहती थी कि दुनिया
उन्हें श्री कृष्ण की दीवानी के रूप में जानती है। भगवान कृष्ण के रूप का वर्णन करते हुए संत मीराबाई हजारों भक्तिमय कविताओं की रचना की है। मेरी तो गिरधर गोपाल, मेरी तो गिरधर गोपाल, दूसरों ना कोई, ओ दूसरों ना कोई, जाके सिर पे मोर मुकुट, जाके सिर पे मोर मुकुट, मेरो पति सोई, ओ मेरो पति सोई, तात मात बाय बंधु अपनो ना कोई, चाट गई कुल की कहानी का करेगी कोई, तात मात बाय बंधु अपनो ना कोई, चाट गई कुल की कहानी का करेगी कोई, मेरी तो गिरधर गोपाल, मेरी तो गिरधर गोपाल। तुलसीदास। महाकवि गोस्वामी तुलसीदास जी का जन्म चित्रकूट जिले के राजापुर ग्राम में माना जाता है। उनके पिता का नाम आत्माराम दुबे और माता का नाम हुलसी देवी था। लोग तुलसीदास को वाल्मीकि का पुनर्जन्म मानते हैं। उनके द्वारा लिखित महाकाव्य रामचरितमानस पूरे भारत में अत्यंत लोकप्रिय है। तुलसीदास जी जिस जगह गंगा नदी के किनारे रहते थे उसी जगह का नाम तुलसी घाट रखा गया है। तुलसी भरोसे राम के निर्भय होगी, अनि होनी नहीं, होने हो सो होई। हिंदी दिवस पर हमने ठाना है लोगों को हिंदी का स्वाभिमान जगाना है। हम सबका अभिमान है हिंदी, भारत देश की शान है हिंदी। हिंदी है हमारी राष्ट्रभाषा, हिंदी है हमें बड़ी प्यारी, हिंदी की सुरीली हमें लगे है हर पल प्यारी। हाथ में तुम्हारे देश की शान, हिंदी अपनाकर तुम बनो महान। हिंदी है भारत के एकता और अखंडता की पहचान, हिंदी ही तो है मेरे देश की शान और जान। एकता की जान है, हिंदी देश की शान है। आ से अनाज, आ से आम, होते हैं सब मिलकर का। ई से इंगली, ई से ईक, अच्छी अच्छी बातें सीख। ऊ से उल्लू, ऊ से ऊंट, एक एक कर मर लो खूंट। ए से एड़ी, आई से ऐनक, भाग रहे दुश्मन की सैनिक। ओ से उंगली, आ से आशा, फले फूले सारा संसार। अंग से अंगूर, आ से गाली, उतना गाओ जितकी डाली।